ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതും വളരെയേറെ സങ്കടത്തോടെ. സങ്കടം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്തെന്നല്ലേ, നിങ്ങൾക്കറിയാമല്ലോ ഇതാരാണെന്ന്. മിയ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിയ, പൂച്ചകളിൽ സുന്ദരിയായ കാലിക്കോ, വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള, വളരെ സ്നേഹസ്മരണമായിട്ട് നമ്മളോട് പെരുമാറുന്ന എൻ്റെ പ്രിയപ്പെട്ട മിയ. മിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നല്ലേ? തീർച്ചയായിട്ടും കാണാം. ജസ്റ്റ് വാച്ച് ഇറ്റ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒന്ന് റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ, പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തിക്കൊള്ളു. ഇനി മുതലെങ്കിലും തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കാം. പക്ഷെ ആരോഗ്യ കാരണങ്ങളാൽ വീഡിയോ ചെയ്യാൻ സാധിക്കാതിരുന്നതാണ്. എങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും ക്രമാനുസരമായിട്ട് ഉത്തരങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, എന്താണ് മിയക്കുട്ടിക്ക് സംഭവിച്ചത് എന്നല്ലേ? ഇന്ന് മിയക്കുട്ടി നമ്മളെല്ലാവരെയും വിട്ടുപോയി. അവൾ തനിച്ചല്ല, അവളുടെ ഉദരത്തില് 5 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത്. അവൾ ഗർഭിണിയായിരുന്നു, നല്ല ആരോഗ്യത്തോടെ ഓടി നടന്നതാണ്. അവളോട് ഒന്നിച്ച് തന്നെ അവൾക്ക് തൊട്ട് ഒരാഴ്ച മുമ്പേ കൺസീവ് ആയതാണ് ഡയന പ്രസവിച്ചു. നല്ല ആക്റ്റീവായിട്ട് കുഞ്ഞുങ്ങളോടൊന്നിച്ച് അവൾ കഴിയുന്നു. ശരിക്കും നാളെയാണ് അവളുടെ ഡേറ്റ്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. പക്ഷെ ഇന്നലെ രാത്രി സംഭവിച്ചത് PET എന്ന് പറയും, പ്രീ എക്ലാംസിക് ടോക്സീമിയ. ഈ പ്രീ എക്ലാംസിക് ടോക്സീമിയ എന്ന് പറഞ്ഞാൽ ഒരുതരം ഫിക്സ് ആണ്. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കാൽസ്യം കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഫിക്സ് ആണ്. അവൾക്ക് കൃത്യമായിട്ട് തന്നെ ഫോളിക് ആസിഡ് കൊടുത്തിരുന്നു. പക്ഷെ കാൽസ്യം 1-2 തവണ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ എന്നുള്ളതാണ്. അത്ര ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാം. നമ്മുടെ മിക്ക വീഡിയോസിലും പ്രഗ്നന്റ് കാറ്റ്സിന് അല്ലെങ്കിൽ ക്യൂൻസിന് കൊടുക്കേണ്ടതായിട്ടുള്ള വൈറ്റമിൻസിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചും കാൽസ്യത്തിനെ കുറിച്ചും ഫോളിക് ആസിഡിനെ കുറിച്ചൊക്കെ നിരന്തരം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഒരു അശ്രദ്ധ കൊണ്ട് വന്നത് എന്താണെന്ന്. ഈ അശ്രദ്ധ കാരണം, ശരിക്കും എന്റെ അശ്രദ്ധ കാരണം സംഭവിച്ചത് തന്നെ ആകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കരമായിട്ട് വിഷമമുണ്ട്, വളരെ വിഷമമാണ്. കാരണം അവളുടെ അസ്വസ്ഥതകൾ ഇന്നലെ തുടങ്ങിയായിരുന്നു. അപ്പൊ പ്രസവത്തിന്റെ പ്രാരംഭ ലക്ഷണമായിട്ടാണ് മനസ്സിലായത്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഫിക്സ് വരികയും പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവളെ നഷ്ടമാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഫ്രണ്ട്സ്, ബിവെയർ. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് പെട്ടെന്ന് നിർജ്ജലീകരണം സംഭവിക്കുകയും കാൽസ്യവും പൊട്ടാസ്യവും സോഡിയം തുടങ്ങിയ ലവണങ്ങളുടെ അംശങ്ങൾ ശരീരത്തിൽ നഷ്ടമാകാനും ഇടയുണ്ട്. അതാണ് ഒരു കാരണം, പ്രധാനമായിട്ടും. കാരണം വളരെ ചൂടുണ്ടാകുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ഈവൻ നമുക്കായാലും അത് സംഭവിക്കും. ഓവർ സെറ്റിലൂടെയും അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നിർജ്ജലീകരണം സംഭവിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞും ഫെലൈൻ ഫ്രണ്ട്സിന്റെ കഥ പറയണ്ടല്ലോ, അവർക്കും അത് തന്നെയാണ് സംഭവിച്ചത്. അവള് കൃത്യമായിട്ട് 2-3 ദിവസമായിട്ട് ഈ പ്രസവത്തിന്റെ അസ്വസ്ഥതകൾ, പ്രാരംഭ ലക്ഷണങ്ങൾ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് അവൾ ഫുഡും വെള്ളമൊക്കെ എടുക്കുന്നതിന്റെ അളവ് കുറഞ്ഞു. ആ കുറവ് അവളുടെ ശരീരത്തിൽ ലവണാംശങ്ങൾ കുറയാനും ഇടയാക്കി. അതിൽ പ്രധാനമായിട്ടുള്ള സോഡിയവും പൊട്ടാസ്യവും കാൽസ്യവും കുറഞ്ഞു. ഈ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടിയാണ് PET അല്ലെങ്കിൽ പ്രീ എക്ലാംസിക് ടോക്സീമിയ എന്ന് പറയുന്ന, ഇളക്കം എന്നും ചുരുക്കത്തിൽ പറയുന്ന ആ രോഗം. ആ അവസ്ഥ രോഗമെന്നല്ല, ഒരവസ്ഥയാണ്. ആ അവസ്ഥയാണ് കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ കാരണമായത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി, വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇന്ന് രാവിലെ FM റേഡിയോ 104.8 എന്ന FM റേഡിയോയിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുകയുണ്ടായിരുന്നു. പക്ഷെ ആദ്യം അതിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി. വന്ന ഉടനെ ഡോക്ടർ പറഞ്ഞത് അത് പ്ലാസന്റ പ്രീവിയ ആയിരിക്കും എന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് PET ആണ്, പ്രീ എക്ലാംസിക് ടോക്സീമിയ അല്ലെങ്കിൽ PET എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ്, എല്ലാവരും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങളുടെ കാറ്റ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഫോളിക് ആസിഡ്, അതുപോലെ കാൽസ്യം, നിങ്ങൾക്ക് ഫോളിക് ആസിഡ് കൊടുക്കണം, അതുപോലെ കാൽസ്യം. അത് എങ്ങനെ എപ്പോൾ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. തീർച്ചയായിട്ടും നിങ്ങളത് കാണാൻ മറക്കാതിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വളരെയേറെ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാണ്?
അവളുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം ആ കുഞ്ഞുങ്ങളും ഇനി ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവളും അവളുടെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബത്തോടൊന്നിച്ച് ചേർന്ന് നിൽക്കാൻ ഞാനും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ മിയ, റിയലി മിസ് യു. ഒരിക്കലും കാരണം ഇത്രയും ആത്മബന്ധം, ഒരുപാട് കാറ്റ്സ് കൂടെ ഉണ്ട്, പക്ഷെ ഇത്രയും ആത്മബന്ധം ഉള്ള ഒരു കാറ്റ് കുറച്ചെണ്ണേ ഉള്ളൂ. നമ്മുടെ മിയ, ഡയന, നമ്മുടെ ആഷി, മഞ്ജു, ഇവരൊക്കെയാണ്. എനിക്ക് രോഗാവസ്ഥയൊക്കെ വന്നു വല്ലാത്ത വിഷമാവസ്ഥയിലൊക്കെ വന്നപ്പോൾ എല്ലാവരും എന്നെ നിർബന്ധിച്ചു കാറ്റ്സിനെയൊക്കെ കൊടുത്തൊഴിവാക്കൂ. പക്ഷെ ഞങ്ങൾക്ക് പറയുന്നത് പോലെയാണ്, ഓരോരുത്തരൊക്കെ കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഒരിക്കലും മിസ്സാവില്ല, അല്ലെ ഒരിക്കലും ഇവരെ ഞാൻ ദൂരേക്ക് എവിടെയും പറഞ്ഞു വിടില്ല, വേറൊരാളുടെ കയ്യിലേക്ക് കൊടുക്കില്ല എന്ന് നിർബന്ധപൂർവ്വം വാശി പിടിച്ചിരുന്നതാണ്. എൻ്റെ നെഞ്ചിൽ നിന്ന് പറിച്ചെടുത്ത പോലെയാണ് എൻ്റെ മിയയെ കൊണ്ടുപോയത്. ശരിക്കും ഇപ്പോഴാണ്, ഈ ഈവനിങ് ആയപ്പോഴാണ് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ള ഒരു മൂഡ് പോലും വന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ തന്നെ വൈകിയത്. എല്ലാവരും എൻ്റെ മിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കുഞ്ഞുങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.